ഇന്നലെ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേ ബി മേ നോട്ട് ബി. മനസ്സിലായോ? ചിലപ്പോൾ എമ്പുരാൻ്റെ ഒരു സംഗതികളെ ഫ്ലെയറപ്പായി വന്നതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിലും EDയുടെയും ഇതേപോലുള്ള അന്വേഷണ ഏജൻസികളുടെയും റഡാറിൽ പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞ ഗോകുലം ഗോപാലൻ എന്നുള്ളതും. ഗോകുലൻ ഗോപാലൻ്റെ ബാക്കി സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടികളൊക്കെ അത്യാവശ്യം ഇവരുടെ റഡാറിൽ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഇതേപോലത്തെ ഒരു ഇഷ്യൂ ഇപ്പോൾ വരാൻ ചാൻസ് എന്നാണ് ഒഫീഷ്യലി ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ. അല്ലാതെ ഈ എമ്പുരാൻ വിഷയത്തിൻ്റെ മുകളിൽ ഫ്ലെയറപ്പ് ആയതല്ല എന്നാണ് അവരുടെ ഒരു വേർഷൻ. ഇന്നലെ ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് നോക്കാം, പൃഥ്വിരാജിലേക്കും മോഹൻലാലിലേക്കും മുരളി ഗോപിയിലേക്കും ഈ സിനിമ റിലേറ്റ് ചെയ്ത് സംസാരിച്ച അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് നോട്ട് കൊടുത്ത ഇവരെ ബാക്കപ്പ് ചെയ്ത ആളുകളിലേക്ക് EDയോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ വാലും പൊക്കി പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കോശി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മേ ബി ഇത് എമ്പുരാൻ തന്നെയാണ് വിഷയം എന്നുള്ളത്. ആ സിനിമയിൽ പറഞ്ഞ പോലെ ശബ്ദമുയർത്തിയാൽ, വർഗീയ ശക്തികൾക്കെതിരെ സംസാരിച്ച് തുടങ്ങിയാൽ, വിരൽ ചൂണ്ടിയാൽ വരാവുന്ന ഭവിഷ്യത്തുകളിൽ ഒന്നായ ഇതേപോലുള്ള ഏജൻസികളെ വെച്ചിട്ടുള്ള ആമപ്പൂട്ട് പരിപാടി തന്നെയാണോ എന്ന് നമുക്ക് അപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഓക്കെ, ആദായ നികുതി വകുപ്പ്, സിനിമകളുടെ പ്രതിഫലത്തിൽ വ്യക്തത തേടി ആദായ നികുതി വകുപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ന്യൂസുകൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൃഥ്വിരാജ് റിലേറ്റഡ് ആയിട്ട് ഇതിനു മുമ്പും നമ്മൾ ഇതേപോലത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കാണാത്തവരും അറിയാത്തവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ 2023 മെയ്യോട് കൂടിയിട്ട് ഒരു 25 കോടി രൂപ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഇതേപോലെ സംസാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആദായ നികുതി IT-യും 25 കോടി രൂപയുടെ ഒരു തിരിമറി പ്രശ്നവുമായിട്ട് പൃഥ്വിരാജിൻ്റെ പേരും പൃഥ്വിരാജിൻ്റെ വീടും സ്ഥാപനങ്ങളിലും ഒക്കെ ആയിട്ട് പ്രൊഡക്ഷൻ ഹൗസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പൃഥ്വിരാജ് മാത്രമല്ല, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമിക്ക കുറേ പ്രൊഡ്യൂസേഴ്സും ലീഡ് ആക്ടേഴ്സും ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു എൻക്വയറി ഫേസും നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പൃഥ്വിരാജ് ആണ്, 25 കോടിയാണ്. മലയാള മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ടാണ് അന്ന് മറുനാടൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് പൃഥ്വിരാജ് എന്ത് ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം വാളിനകത്ത് മറുനാടനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു വിഷയം നമുക്കൊന്ന് ന്യൂസ് വന്നത് നോക്കാം. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്ന കണ്ടെത്തൽ സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ആദായ വകുപ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 29-നാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് പോയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വരുന്ന ഏപ്രിൽ 29-നകം ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്നതാണ്. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിശദീകരണം നൽകേണ്ടത് എന്ന കാര്യം ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. അതായത് 3 സിനിമകൾ, ഗോൾഡ്, അതോടൊപ്പം തന്നെ ജനഗണമന കൂടാതെ കടുവ, ഈ 3 സിനിമകളിലും പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു. പക്ഷേ അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങിയിരുന്നില്ല, മറിച്ച് പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ഒരു പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ്, നികുതി കൂടുതലാണ്. പക്ഷേ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ അതിന്റെ വരുമാനം വാങ്ങുമ്പോൾ അതിൽ വരുന്ന ടാക്സ് മറ്റേ ഇതിനെ അപേക്ഷിച്ച് കുറവുമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു അന്തരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 40 കോടിയോളം രൂപയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വിശദീകരണം നൽകേണ്ടത്. ഇത് IT വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നതാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ചില വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് IT വകുപ്പ് വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ മുൻപിറങ്ങിയ ചിത്രമാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഒരു അസസ്മെന്റ് ഇയർ കടന്നു വരികയാണ്, അത് അവസാനിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ IT വിഭാഗത്തിന് അസസ്മെന്റ് ഇയർ കഴിയാൻ ആയതുകൊണ്ട് മാർച്ച് 29-ാം തീയതി, നിങ്ങൾ
കറക്റ്റ് ഡേറ്റ് നിങ്ങൾ നോക്കണം. നോട്ടീസ് കൊടുത്ത് മാർച്ച് 27 സിനിമ ഇറങ്ങുന്നു. മാർച്ച് 29 ആകുമ്പോഴത്തേക്ക് 2 ദിവസം കൊണ്ട് ഈ ഇഷ്യൂസൊക്കെ ഫ്ലെയർ അപ്പ് ആവുന്നു. മാർച്ച് 29 ഇവരെന്ത് ചെയ്യുന്നു, നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. ഏപ്രിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിലേക്ക് കാര്യങ്ങൾ 40 കോടി രൂപയുടെയാണ് ഇവിടെ ഇവർക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അതായത് ഇതിന് മുമ്പ് അഭിനയിച്ച 3 സിനിമകളിൽ നടനായി അഭിനയിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി കോ പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തി. ആ സെറ്റിൽമെൻറ്റ്സ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നടത്തി, നടനായി അഭിനയിച്ച ഒരാൾക്ക് എന്തിനു അങ്ങനെ ചെയ്യണം, ഇതിൽ കുറേ ക്ലാരിറ്റി ചോദ്യങ്ങളൊക്കെ ഇവർക്ക് ചോദിക്കാൻ കാണും. ആൻഡ് കമ്മിങ് ടു ദിസ് എമ്പുരാൻ ഓൾസോ, എമ്പുരാൻ്റെ ഡയറക്ടറാണ് ആര്, പൃഥ്വിരാജ്. എമ്പുരാനിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. ഓക്കെ, ഇനി ഈ പ്രൊഡക്ഷനിൽ പൃഥ്വിരാജിന് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ എന്നുള്ള കാര്യവും, പൃഥ്വിരാജും മോഹൻലാലും ഈ സിനിമയിൽ നിന്ന് 1 രൂപ പോലും പ്രതിഫലം മേടിച്ചിട്ടില്ല എന്നുള്ളത് പൃഥ്വിരാജും മോഹൻലാലും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പൃഥ്വിരാജും മോഹൻലാലിനും പ്രതിഫലം വാങ്ങാത്ത ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്ക് ആയിട്ടുള്ളത് എന്നും, ഇനി അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വാങ്ങും, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഷെയർസ് പോകുന്നു, അതിൻ്റെ സെറ്റിൽമെൻറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളതിലേക്കൊക്കെ ആയിരിക്കണം മേ ബി ഇപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനൊരു പൂട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ടുള്ള IT ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സിനിമകളിൽ നടനായി മേടിക്കാത്ത റെമ്യൂണറേഷൻ കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ ആ റെമ്യൂണറേഷൻ പൈസയായിട്ടാണോ കിട്ടിയത്, അല്ലെങ്കിൽ കോ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ലാഭവിഹിതമാണോ കിട്ടിയത്, അതോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വസ്തുവകകൾ കിട്ടിയോ, അതോ ഫോറിനിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫോറിൻ രാജ്യത്ത് വെച്ചിട്ട് ഇന്ത്യൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചിട്ട് ഒരു സെറ്റിൽമെൻ്റ് ആണോ നടന്നത് എന്നുള്ളതൊക്കെയാണ്. അതായത് ടാക്സ് ഏത് രീതിയിൽ വെട്ടിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു അന്വേഷണവും അതിൻ്റെ നോട്ടീസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവർ ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി കമ്മിങ് ടു ദാറ്റ് ഓൾഡ് ന്യൂസ്. ആ ഒരു ന്യൂസ് ഞാനൊരു ന്യൂസ് ഏഷ്യാനെറ്റിൽ അന്ന് വന്ന് വിളിക്കുകയാണ്. മലയാളത്തിലെ പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനികളുടെ കള്ളപ്പണ ഇടപാടുകളെപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി. വിദേശത്ത് വെച്ചടക്കം ശതകോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി നേരത്തെ ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. നിർമ്മാതാക്കളെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ആന്റണി പെരുമ്പാവൂർ, ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങി മലയാള സിനിമാ നിർമ്മാണത്തിൽ സജീവ പങ്കാളിത്തമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും 2 മാസം മുമ്പ് ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തി. കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ഈ റെയ്ഡിൽ കിട്ടിയ വിശദാംശങ്ങളാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നത്. ചില നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇങ്ങനെയാണ്. താരങ്ങൾ പലരും പ്രതിഫലം വിദേശത്ത് വെച്ചാണ് വാങ്ങുന്നത്. പ്രതിഫലത്തിന് പകരമായി ഓവർസീസ് റൈറ്റ് വാങ്ങുന്നവരുണ്ട്. വൻ കള്ളപ്പണ ഇടപാടാണ് ഇതുവഴി നടക്കുന്നത്. വിദേശത്ത് വെച്ച് നടക്കുന്ന കള്ളപ്പണ ഇടപാടുകളുടെ തുടർച്ചയായി പലരും വൻതോതിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇവരിൽ പലരും ദുബായിലടക്കം നടത്തിയ ഇത്തരം ഇടപാടുകൾ സംശയിക്കപ്പെടുന്നതാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി ചില തമിഴ് സിനിമാ നിർമ്മാതാക്കൾ പേര് വയ്ക്കാതെ മലയാള സിനിമയിൽ പണം മുടക്കിയിട്ടുണ്ട്. സിനിമയ്ക്കായി പണം കടം കൊടുക്കുന്ന ചെന്നൈയിലെ ലോബിയും ചില സിനിമകൾക്ക് പണം മുടക്കിയിട്ടുണ്ട്. പരാജയപ്പെട്ട സിനിമകൾ പോലും കോടികൾ ലാഭമുണ്ടാക്കിയെന്ന പ്രചരണം കള്ളപ്പണം വെളുപ്പിക്കാനാണ്. ലിസ്റ്റിൻ സ്റ്റീഫനെ കൂടാതെ ആന്റണി പെരുമ്പാവൂർ, ആൻഡോ ജോസഫ് അടക്കമുള്ളവരെയും എൻഫോഴ്സ്മെന്റ് വീണ്ടും. ഓക്കെ, അപ്പോൾ അന്ന് എൻഫോഴ്സ്മെന്റ് വിളിപ്പിച്ച ആളുകൾ, മൊഴിയെടുത്ത ആളുകളുടെ പേരും അവർ ഏത് രീതിയിലുള്ള ഒരു മോഡസാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ന്യൂസ് അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മറുനാടനിൽ ഒരു വീഡിയോ വരികയാണ്. അതിനകത്ത് മറുനാടൻ ബാക്കി മനോരമ ഓൺലൈൻ അടക്കം ഉള്ള കുറേ ചാനലുകൾ, ഓക്കെ, നമ്പർ ഓഫ് ചാനലുകൾ അന്ന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരൊന്നും എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മനോരമയിൽ വന്ന ഒരു ലേഖനം കണ്ടുകൊണ്ട് നടൻ കുടുങ്ങിയ നിർമ്മാതാവ് 25 കോടി രൂപ പിഴയടച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ 5 നിർമ്മാതാക്കൾ നിരീക്ഷണത്തിൽ എന്ന് പറയുന്നു. മലയാള സിനിമയിൽ വിദേശ കള്ളപ്പണം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു, ഞാൻ ആ പത്രക്കട്ടിങ് ഞാനിവിടെ സൈഡിൽ വയ്ക്കേണ്ടത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. അന്ന് വന്ന ആ പത്രക്കട്ടിങ്ങിൻ്റെ മുകളിൽ മറുനാടൻ ചെയ്ത വീഡിയോനകത്ത് പൃഥ്വിരാജിൻ്റെ പേരെടുത്ത് പറഞ്ഞുള്ളൊരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. എടുത്തുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഏറ്റവും അധികം സമയം മെനക്കെട്ടത് ഈ വാർത്തയുടെ പിന്നാമ്പുറ കഥകൾ ശേഖരിക്കാനാണ്. അന്വേഷണ ഏജൻസികളോടും ആരോപണ വിധേയരായ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളോടും നടന്മാരോടുമൊക്കെ സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇടയടച്ച് നടപടിക്രമങ്ങൾ ഒഴിവാക്കി എന്ന് മനോരമ പറയുന്ന ആ നടൻ അത് പൃഥ്വിരാജ് തന്നെയാണ്. ഇത്തരക്കാർ ഒരു പ്രൊപ്പഗണ്ട സിനിമകൾ ചെയ്യുന്നു എന്ന ഒരു സംശയം കേന്ദ്ര സർക്കാരിനുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട്. വാസ്തവത്തിൽ
പൃഥ്വിരാജ് അവരുടെ സംശയമുനയിലേക്ക് വന്നത് ജനഗണമന എന്ന സിനിമയിലൂടെയാണ്. ജനഗണമന അതിന്റെ തുടക്കമായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് വാര്യൻ കുന്നൻ അനൗൺസ് ചെയ്തത്. പ്രൊപ്പഗണ്ട സിനിമകളിലേക്ക് പൃഥ്വിരാജ് ആണ് ഈ 25 കോടി രൂപ അടച്ച് തടി തപ്പിയ നടൻ എന്നുള്ള രീതിയിൽ വന്ന മറുനാടൻ മലയാളി സാജൻ സ്കറിയയുടെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ കണ്ടത്. ഈ വീഡിയോയിൽ പല ന്യൂസ് ചാനൽസിലും വന്ന ന്യൂസ് ക്ലിപ്പുകൾ എടുത്തു വെച്ചിട്ട് ഈ വ്യക്തി മറുനാടൻ മലയാളി സാജൻ സ്കറിയ അന്വേഷണത്തിലൂടെ മനസ്സിലായത് അത് പൃഥ്വിരാജ് ആണ് 25 കോടി എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇത് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ. അതും കൂടി ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇത് 2023 മെയ്യിൽ വന്നതാണ്. വർത്തമാനകാലത്ത് അതിവേഗം ഇല്ലാത്തതായിക്കൊണ്ടിരിക്കുന്ന മാധ്യമ ധാർമ്മികത എന്നതിനാൽ സാധാരണഗതിയിൽ ഇത്തരം വ്യാജ ആരോപണങ്ങളും വാർത്തകളെയും ഞാൻ അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാറാണുള്ളത്. എന്നാൽ തീർത്തും വസ്തുതാവിരുദ്ധവും വ്യക്തിപരമായ അധിക്ഷേപകരവുമായ ഒരു കള്ളം വാർത്ത എന്ന പേരിൽ പടച്ചുവിടുന്നത് എല്ലാ മാധ്യമധർമ്മത്തിൻ്റെയും പരിധികൾ ലംഘിക്കുന്നതാണ്. ഈ വിഷയത്തിൽ നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമാണ്. സിവിലും ക്രിമിനലുമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. ഓക്കെ, ഇനിയും വ്യക്തത വരേണ്ടവർക്ക് ഞാൻ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പിഴയും അടയ്ക്കേണ്ടി വന്നിട്ടില്ല. 1 രൂപ പോലും ഞാൻ പിഴ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മറുനാടൻ മലയാളിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇവിടെ പൃഥ്വിരാജ് അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ച നടപടികൾ പിഴയായ 25 കോടി അടച്ചുവെന്നും പ്രൊപ്പഗണ്ട സിനിമകൾ നിർമ്മിക്കുന്നുവെന്നും ആരോപിച്ച് എനിക്കെതിരെ അപകീർത്തിപരവും വ്യാജവുമായ വാർത്ത മറുനാടൻ മലയാളി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ പ്രസിദ്ധീകരിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണം തീർത്തും അസത്യവും അടിസ്ഥാനരഹിതവും അത്യന്തം അധിക്ഷേപകരവുമായ എന്നതിനാൽ പ്രസ്തുത ചാനലിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഞാൻ ആരംഭിക്കുകയാണെന്ന് ബഹുജനങ്ങളെയും എല്ലാ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു. വസ്തുതകൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇതിനുമേൽ തുടർവാർത്തകൾ പ്രസിദ്ധീകരിക്കാവൂ എന്ന് ഉത്തരവാദിത്തമുള്ള എല്ലാ മാധ്യമങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും അന്ന് പൃഥ്വിരാജിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ തുടർന്ന് വീണ്ടും മറുനാടൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉളുപ്പുണ്ടോ മാധ്യമങ്ങളെ ഇങ്ങനെ സ്വന്തം പിതൃത്വത്തെ സംശയിക്കാൻ എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ എഗെയിൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ മറുനാടൻ പറയുന്നത് ബാക്കി ന്യൂസ് ചാനലുകളിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസുകളിലുള്ള കോണ്ടന്റ് തന്നെയാണ് മറുനാടൻ ഷെയർ ചെയ്തത് എന്നുള്ളതും ഇഡിക്കല്ല IT ഡിപ്പാർട്ട്മെൻറ്റും GST ആയിട്ടാണ് പൃഥ്വിരാജ് പൈസ അടച്ചേ എന്നുള്ളതും ഒക്കെയാണ് അന്ന് മറുനാടൻ സ്വന്തം വീഡിയോയിൽ പറഞ്ഞതെന്നുള്ളതായിരുന്നു മറുനാടൻ്റെ ക്ലെയിം രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഞാനിത് ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഴയ വീഡിയോസ് അല്ലെങ്കിൽ പഴയ ഈ പൃഥ്വിരാജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇതേപോലത്തെ നികുതി കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലം സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ച് ഇതിനു മുമ്പും ആദായ നികുതി വകുപ്പ് പോയതും ഈ പറഞ്ഞ ഒരു 25 കോടി രൂപയുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളൊക്കെ വെക്കാൻ കാരണം ഇത് ഈസി ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പഴയതാണ്, ഇതൊക്കെ ഓൾറെഡി ഉള്ള സംഗതികളാണ്. ഓക്കെ, അത് ഇപ്പോൾ ഇങ്ങോട്ട് ഫ്ലെയറായി വന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നതോ എമ്പുരാൻ ഇഷ്യൂ കൊണ്ട് വന്നതല്ല എന്നുള്ളത് ന്യായീകരണം മേ ബി ഇനിയും പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ ഗോകുലം ഗോപാലൻ, ഇന്ന് പൃഥ്വിരാജ്. ഓക്കെ, നാളെ അത് മോഹൻലാൽ ആവാം, ആനക്കൊമ്പാവാം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻറ്റ് കേണൽ പദവിയാവും. ഇത് ഓരോരുത്തരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതോ ഇനി മോഹൻലാലിനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേജർ രവിയെ പോലുള്ളവർ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു രക്ഷാകവചം തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോകുലം ഗോപാലിനെയോ തൊടുന്ന പോലെയല്ല മോഹൻലാലിനെ തൊട്ട് കഴിഞ്ഞ് ഒന്നുകൂടി ഫാൻസ് ഇളകും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് സൈഡാക്കി കൊണ്ടുപോകാനും മേ ബി ചാൻസസ് ആർ ഹൈ. ഇനി അത് പോട്ടെ, മുരളി ഗോപി അവരെങ്ങനെ കൂട്ടുന്നുള്ളതും ഞാനൊന്ന് നോക്കിയിരിക്കുകയാണ്. എന്താ അവർ ചെയ്യാൻ പോണത്? കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം മുരളി ഗോപിയോടായിരിക്കുമല്ലോ. എന്താണെങ്കിൽ ഇതൊരു ചുമ്മാ ഉള്ള ഒരു നോട്ടീസായിട്ടോ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ ചുമ്മാ ഉള്ളൊരു ആക്ഷനായിട്ടോ തോന്നുന്നില്ല. ഓക്കെ, കൃത്യമായിട്ട് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമയുടെ നടനും ഡയറക്ടർക്കും വരുന്നു, സിനിമയുടെ പ്രൊഡ്യൂസർക്ക് വരുന്നു, ഇനി ഈ സിനിമയിലുള്ള ബാക്കി നടന്മാർക്ക് വരുമോ, ഇതിൻ്റെ റൈറ്റർക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫാസിസത്തിൻ്റെ പുതിയ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചിട്ടൊന്നും ചെയ്യില്ല, തലപ്പത്ത് നിന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകളൊന്നും പ്രഖ്യാപിക്കുകയൊന്നുമില്ല. ബട്ട് സിസ്റ്റം വെച്ചിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യും.
സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യും, സിസ്റ്റത്തിൻ്റെ പവറും യൂസ് ചെയ്തിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യും. നമ്മൾ ആ പ്രഷറൈസ് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളങ്ങോട്ട് പെട്ടുപോകുന്നൊരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ഒരു ഫാസിസത്തിൻ്റെ ഫേസ് പോകുന്നത്. അത് റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഫാസിസത്തിന് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫേസാണ് ഉള്ളത്, വെരി അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പൃഥ്വിരാജിനെതിരെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, ആദായ നികുതി വകുപ്പ് പ്രതിഫലം സംബന്ധിച്ചുള്ള വിശദീകരണം തേടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ കുറേ സിനിമകൾ, അത് കടുവയാണെങ്കിലും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ജനഗണമനയാണെന്നുണ്ടെങ്കിലും അവർ ഏത് സിനിമയുടെ പേര് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അത് നാളുകളിൽ ന്യൂസായിട്ട് വരാൻ പോകുന്നത് ഈ എമ്പുരാൻ സിനിമയുടെ പ്രതിഫലം പൃഥ്വിരാജ് മേടിച്ചിട്ടില്ല. അത് എങ്ങനെ മേടിക്കും? ഡയറക്ടറിൻ്റെ പ്രതിഫലം വാങ്ങുമോ, നടൻ്റെ പ്രതിഫലം വാങ്ങുമോ, അതോ പ്രൊഡക്ഷനിലേക്ക് പൃഥ്വിരാജിന് ഇനി എന്തെങ്കിലും റൈറ്റ്സ് മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇതിൻ്റെ പോക്ക് പോകാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ്. ഓക്കെ, അത് നമുക്ക് നോക്കാം.